നിനക്കൊരു പണിയില്ലെന്നാണ് പലരും എന്നോട് ചോദിക്കുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ, ഇത്രയും പൂച്ചകളെയൊക്കെ എടുത്ത് വളർത്തുന്നതുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയട്ടെ, എനിക്കിവരെ എൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ പോലെയാണ്. കാരണം ഞാനിത് എന്തൊക്കെ മേടിച്ച് കൊടുത്താലും എനിക്ക് മതിയാവില്ല, അത് വേറെ കാര്യം കേട്ടോ. ഞാൻ ഇപ്പം കുഞ്ഞായിരുന്നപ്പോൾ അത്ര പ്രശ്നമില്ലായിരുന്നു. ഇപ്പം വളർന്നു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാത്തിനും ഭയങ്കര കുരുത്തക്കേടായി തുടങ്ങി. ഓട്ടം കൊണ്ട് എനിക്ക് റൂമിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട് കേട്ടോ. ഞാൻ അതുകൊണ്ട് അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് മേടിച്ചു കൊടുത്താണ് ഈ ഒരു ക്യാറ്റ്. ഞാൻ സെറ്റ് ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനകത്ത് അങ്ങനെ പ്ലേ ചെയ്യത്തില്ലെന്ന് വിചാരിച്ചു. പക്ഷേ ഇത് സെറ്റ് ചെയ്തപ്പോൾ തൊട്ട് ഇതുങ്ങളെല്ലാം എൻ്റെ മണ്ടയ്ക്കാണ്. ഈ ഇരിക്കുന്ന ആ ടാബി ക്യാറ്റ്സും ഇവനും ഉണ്ടല്ലോ, ഇവർ രണ്ടുപേരും മാത്രമാണ് ബോയ്സ് ആയിട്ടുള്ളത്, ബാക്കിയെല്ലാം പെൺപിള്ളേരാണ്. പക്ഷേ ഇവന്മാരുടെ കുരുത്തക്കേടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ദൈവമേ ഒരു രക്ഷയില്ല. ഇവിടെ പേർഷ്യൻ ക്യാറ്റാണ്, ബ്ലൂ ഐസൊക്കെ ഉള്ള ഒരു അടിപൊളി പേർഷ്യൻ ക്യാറ്റ് കേട്ടോ. വൈറ്റ് കളറാണ് കേട്ടോ. വൈറ്റ് വാലിൻ്റെ അവിടെ ചെറുതായിട്ടൊരു ബ്ലാക്ക് ഉണ്ട്. അവളുടെ പേര് ഞാൻ പാത്തു എന്നിട്ട്, കാരണം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു പാത്തു എന്ന് പറഞ്ഞൊരു പൂച്ചയുടെ വീഡിയോസൊക്കെ എപ്പോഴും കാണും. ഭയങ്കര ഫാനായിരുന്നു കേട്ടോ ഞാനതിൻ്റെ. പിന്നെ സൈമി ഞങ്ങൾ പ്രത്യേകിച്ച് പേരും കിട്ടില്ല, സൈമി തന്നെ വിളിക്കുക. പിന്നെ ഇവന് കുഞ്ഞുനീല എന്ന് വിളിക്കുന്നത് വെച്ചാൽ അവരപ്പൻ്റെ അതേ ഷേപ്പിലിരിക്കുന്നവനാണ്, അതുകൊണ്ട് ഞാൻ കുഞ്ഞുനീലെന്ന് വിളിക്കുന്നത് കേട്ടോ. ഇവന് ഭയങ്കര ആക്റ്റീവാണ്, പക്ഷെ ആളത്ര സൈസ് വെക്കുന്നില്ല, എന്നാലും അത് ഭയങ്കര ആക്റ്റീവ്. ഇത് അവരെ വപ്പയാണ് ഇതാക്കി കൊടുക്കുന്നത്. ഭയങ്കര സ്നേഹം കേട്ടോ. സാധാരണ ആമ്പൂച്ചകൾ അങ്ങനെ സ്നേഹിക്കത്തില്ലെന്നാണ് പറയുന്നത്. ഇത് പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരിയാണ് ഓറിയോ. ഓറിയോ ഒരു ബൈ പറ. ബൈ.